1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ കാരണങ്ങൾ വിവരിക്കുക. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യുക. 8 മാർക്കിന് എല്ലാ പ്രാവശ്യവും പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1975 ജൂൺ 25 ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 352 ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതിയിൽ ജഗൻ മോഹൻലാൽ സിൻഹ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി. 1971 ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ച രാജ് നരേൻ നൽകിയ തിരഞ്ഞെടുപ്പ് പരാതിയിലാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെടുകയും 1975 ജൂൺ 25 ഡൽഹിയിലെ രാംലീല മൈതാനിൽ വലിയൊരു പ്രകടനം സംഘടിപ്പിക്കുകയും ചെയ്തു. നിയമവിരുദ്ധവും അധാർമികവുമായ ഉത്തരവുകൾ അനുസരിക്കരുതെന്ന് പോലീസിനോടും സൈന്യത്തോടും സർക്കാർ ഉദ്യോഗസ്ഥരോടും ഇവർ ആഹ്വാനം ചെയ്തു. ഇത് ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കും എന്ന ഭീഷണി ഉയർത്തി. ഇതിനെ തുടർന്ന് ഗവൺമെൻറ് 1975 ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ മനസ്സിലായോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ച മറ്റൊരു ഘടകം എന്തായിരുന്നു? അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നാണ്. അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടന്ന അധികാര ദുർവിനിയോഗം, അതിക്രമങ്ങൾ, ക്രമക്കേടുകൾ എന്നിവയാണ് 1975 അടിയന്തരാവസ്ഥയുടെ കറുത്ത അടയാളങ്ങളെന്ന് വിശേഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പോലീസും ഭരണവും ഭരിക്കുന്ന കക്ഷിയുടെ ഉപകരണമായി പ്രവർത്തിച്ചു. പത്രസ്വാതന്ത്ര്യം റദ്ദാക്കി. പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വാർത്തകൾക്ക് മുൻകൂട്ടിയുള്ള അനുമതി ആവശ്യമായി വന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയും അഥവാ RSSനെയും ജമാഅത്ത് ഇസ്ലാമിയെയും നിരോധിച്ചു. പ്രതിഷേധ സമരങ്ങൾ, പ്രകടനങ്ങൾ എന്നിവ അനുവദിക്കപ്പെട്ടിരുന്നില്ല. പല മൗലിക അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതിയെ സമീപിക്കാനുള്ള അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു. കരുതൽ തടങ്കൽ വ്യവസ്ഥകൾ ഉപയോഗിച്ച് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തു. പാർലമെൻറ്റ് ഭരണത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തി. 1975 39ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുടെ തിരഞ്ഞെടുപ്പുകൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. 1976 42ാം ഭരണ ഭേദഗതി പ്രകാരം രാജ്യത്തെ നിയമനിർമ്മാണ സഭകളുടെ കാലാവധി 5 നിന്ന് 6 വർഷത്തേക്ക് നീട്ടി. അടിയന്തരാവസ്ഥയ്ക്കുള്ള കാരണങ്ങളും അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങളും. എന്തായാലും ഈ ഒരു പബ്ലിക് എക്സാമിന് നമുക്കൊരു 8 മാർക്കിന് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാണ് അടിയന്തരാവസ്ഥ എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ 1 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തെ പ്രസിഡന്റ് ആരാണെന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. 1962 ചൈന യുദ്ധം തികച്ചും അപ്രതീക്ഷിതവും ഞെട്ടിപ്പിക്കുന്നതുമായിരുന്നു. 1962 ചൈന യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും വിശദമാക്കുക. ഈ ഒരു ചോദ്യം 8 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും പഠിച്ചു വെക്കണം. ആദ്യം തന്നെ ചൈന യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. 1950 ചൈന ടിബറ്റ് കീഴടക്കുകയും ടിബറ്റൻ സംസ്കാരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്ത്യ ഇതിന് അതൃപ്തി രേഖപ്പെടുത്തുകയും ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയ്ക്ക് 1959 രാഷ്ട്രീയ അഭയം നൽകുകയും ചെയ്തു. ഇന്ത്യ ചൈന വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹനം നൽകുകയാണെന്ന് ചൈന ആരോപിച്ചു. ജമ്മു കാശ്മീരിലെ അക്സായി ചിൻ പ്രദേശത്തിൻ്റെയും അരുണാചൽ പ്രദേശിലെ ചില പ്രദേശങ്ങളുടെയും മേൽ ചൈന അവകാശമുന്നയിച്ചു. 1962 ഒക്ടോബർ മാസത്തിൽ ഈ 2 തർക്ക പ്രദേശങ്ങളും ചൈന അധിനിവേശം നടത്തുകയും അരുണാചൽ പ്രദേശിലെ ചില പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് വഴി തെളിയിച്ചിട്ടുള്ളത്. ഇന്നും നമുക്കറിയാവുന്ന കാര്യമാണ്, ചൈന ഇന്ത്യയുടെ പല പ്രദേശങ്ങളും കീഴടക്കിയില്ലെന്നാണ്, പല പ്രദേശങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ചൈനയും ഇന്ത്യയും തമ്മിൽ നടന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കഴിയുന്ന രീതിയിൽ, അറിയുന്ന രീതിയിൽ എക്സാമിന് വിവരിച്ച് എഴുതേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ 1962 ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ദേശീയത ശക്തിപ്പെട്ടു. കരസേനയിലെ ഉയർന്ന ചില ഉദ്യോഗസ്ഥർ രാജിവെച്ചു. പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോൻ രാജിവെച്ചു. നെഹ്റുവിൻ്റെ വിദേശ നയം വിമർശിക്കപ്പെട്ടു. നെഹ്റു മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസം ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയം നേരിട്ടു. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മനോഭാവത്തിൽ മാറ്റം വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പിളർപ്പുണ്ടായി. വടക്കുകിഴക്കൻ മേഖലകളുടെ പുനഃസംഘടനാ പ്രക്രിയ ആരംഭിച്ചു. അപ്പം പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ടിബറ്റിനെ ആക്രമിച്ചതാണ് ഇന്ത്യയും ചൈനയുമുള്ള യുദ്ധത്തിന് കാരണമായിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്.
അപ്പം 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ഉണ്ടായ ഒരുപാട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 8 മാർക്കിന് ഈ ചോദ്യം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ലോക രാഷ്ട്രീയത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തി. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിന് കാരണങ്ങൾ വിശകലനം ചെയ്യുക. സോവിയറ്റ് യൂണിയനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് കാണുന്ന റഷ്യ. എന്നാൽ ഇന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല അന്ന് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഒരുപാട് രാജ്യങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു വലിയ രാജ്യമായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ. അപ്പം അവർ ലോക രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വലിയ ശക്തിയേറ്റ രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. 1991 കൂടിയാണ് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടത്. അല്ലെങ്കിൽ അതാണ് പല രാജ്യങ്ങളായിട്ട് അന്ന് മാറിയിട്ടുള്ളത്. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ തകരാനുള്ള കാരണങ്ങളാണ് എക്സാമിന് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ഉൽപാദനക്ഷമതയിലും സാങ്കേതിക വിദ്യയിലും പശ്ചാത്തല സൗകര്യങ്ങളും സോവിയറ്റ് യൂണിയൻ പടിഞ്ഞാറ് രാജ്യങ്ങൾക്ക് പിന്നിലായിരുന്നു. ഓരോ വർഷവും ഭക്ഷ്യ ഇറക്കുമതി വർദ്ധിച്ചു. സോവിയറ്റ് യൂണിയൻ സമ്പദ്ഘടനയുടെ ഭൂരിഭാഗം വിഭവങ്ങളും ചെലവഴിക്കപ്പെട്ടത് ആണവോത്തര സൈനിക ആയുധങ്ങൾ പരിപാലിക്കുന്നതിനും സോവിയറ്റ് സംവിധാനത്തിലുള്ള കിഴക്കൻ യൂറോപ്പിലെ ഉപഗ്രഹ രാഷ്ട്രങ്ങളുടെ വികസനത്തിനുമാണ്. അമേരിക്കയുമായുള്ള ആയുധ മത്സരം 1979 അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശവും സോവിയറ്റ് സംവിധാനത്തെ കൂടുതൽ ദുർബലപ്പെടുത്തി. അതേസമയം സാധാരണ പൗരന്മാർ പാശ്ചാത്യ ലോകത്തെ സാമ്പത്തിക മുന്നേറ്റത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. നിശ്ചലമായ ഭരണ സംവിധാനവും വ്യാപകമായ അഴിമതിയും സുതാര്യ സമീപനം അനുവദിക്കാനുള്ള വൈമനസ്യവും അധികാര കേന്ദ്രീകരണവും ജനങ്ങളെ സർക്കാരിൽ നിന്നകറ്റി. 1985 സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയായി മിഖായിൽ ഗോർബച്ചേവ് നിയമിതനായി. പാശ്ചാത്യ ലോകവുമായുള്ള ബന്ധം സാധാരണ നിലയിൽ കൊണ്ടുവരാനും ജനാധിപത്യവൽക്കരണം നടപ്പിലാക്കുവാനും ഗോർബച്ചേവിൻ്റെ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഇതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു പെരിസ്ട്രോയിക്ക പുനർനിർമ്മാണം, ഗ്ലാസ്നോസ്റ്റ തുറന്ന സമീപനം. ഈ പരിഷ്കാരങ്ങളെ പാർട്ടിക്കുള്ളിലെ തന്നെ നേതാക്കന്മാർ എതിർത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തീവ്ര വിഭാഗത്തിന് പിന്തുണയോ കൂടി 1991 ഒരു അട്ടിമറി ശ്രമം നടന്നു. ഈ അട്ടിമറിയെ എതിർക്കുക വഴി ബോറിസ് യെൽട്സിൻ ഒരു ദേശീയ നേതാവായി ഉയർന്നു. പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ബോറിസ് യെൽട്സിൻ അധികാരം സോവിയറ്റ് യൂണിയൻ കേന്ദ്രത്തിൽ നിന്ന് റിപ്പബ്ലിക്ക് മാറ്റാനും തുടങ്ങുകയും ചെയ്തു. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു. അതേസമയം റഷ്യ, ബാൾട്ടിക് റിപ്പബ്ലിക്ക്, ഉക്രൈൻ, ജോർജിയ തുടങ്ങിയ വളർന്നു വന്ന ദേശീയതയും പരമാധികാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും USSRനെ ശിഥിലീകരണത്തിന് വഴിതെളിച്ചു, അഥവാ സോവിയറ്റ് യൂണിയന് തകരാനുള്ള കാരണമായി. 1991 ഡിസംബറിൽ ബോറിസ് യെൽട്സിൻ്റെ നേതൃത്വത്തിൽ റഷ്യ, ഉക്രൈൻ, ബലാറസ് എന്നീ പ്രധാനപ്പെട്ട റിപ്പബ്ലിക്കുകൾ ചേർന്ന് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു. 1991 കൂടിയാണ് സോവിയറ്റ് യൂണിയൻ അഥവാ USSR തകർന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് USSR തകരാനുള്ള കാരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഈ ചോദ്യം 8 മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇന്ത്യ പാക് ബന്ധങ്ങൾക്ക് ചില സമാധാനപരമായ ഇടപെടലുകളുടെയും ഗുരുതരമായ തർക്കങ്ങളുടെയും യുദ്ധങ്ങളുടെയും മേഖലകളുണ്ട്. സമാധാനപരമായ ഇടപെടലുകൾ ചൂണ്ടിക്കാണിക്കുക. തർക്കങ്ങളെയും യുദ്ധങ്ങളെയും കുറിച്ചുള്ള നിരീക്ഷണം തയ്യാറാക്കുക. ഈ ചോദ്യം ഇതുപോലെ 5 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. 1947 കാലഘട്ടങ്ങളിൽ ഇന്ത്യ സ്വതന്ത്രമായപ്പം ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യമായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ ഈ 2 രാജ്യങ്ങൾക്കിടയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ എന്താണ് യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള കാരണം? സ്വാതന്ത്ര്യത്തിന് ശേഷം കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നിലനിന്നിരുന്നു. കാരണം ഇന്ത്യ സ്വതന്ത്രമായിരുന്ന സമയത്ത് കാശ്മീർ 2 ഭാഗങ്ങളിലേക്കും ചേരാതെ ഒറ്റയ്ക്ക് നിൽക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ പാകിസ്ഥാൻ ജമ്മു കാശ്മീരെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നിലനിന്നിരുന്നു. 1965 പാകിസ്ഥാൻ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിൽ ആക്രമണം നടത്തി. തുടർന്ന് ജമ്മു കാശ്മീർ മേഖലയിലും പാകിസ്ഥാൻ വ്യാപക ആക്രമണം അയച്ചുവിട്ടു. എന്നാൽ ഈ സൈനിക ആക്രമണങ്ങൾക്ക് പ്രാദേശിക ജനതയുടെ പിന്തുണ ലഭ്യമായില്ല. തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി പ്രത്യാക്രമണം നടത്താൻ ഇന്ത്യൻ സൈന്യത്തിന് ഉത്തരവ് നൽകി. ഈ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ലാഹോറിന് സമീപം വരെ എത്തുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലോടുകൂടിയാണ് യുദ്ധം അവസാനിക്കുന്നത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടയായിട്ടുള്ള ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ.
1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്നുണ്ടാക്കിയ കരാറാണ് താഷ്കന്റ് കരാർ. 1966 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ ജനറൽ അയ്യൂബ് ഖാനുമാണ് ഇതിൽ ഒപ്പുവെച്ചത്. ഇതിന് മധ്യസ്ഥത വഹിച്ചത് സോവിയറ്റ് യൂണിയനായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രമായതിനു ശേഷം നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഭാഗമായിട്ട് ഈ രണ്ട് രാജ്യങ്ങളും സമാധാനപരമായിട്ട് രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി വിവിധ ഉടമ്പടികളിലൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ടതാണ് 1965 താഷ്കന്റ് കരാർ. ഈ താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത് ആരായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ ജനറൽ അയ്യൂബ് ഖാനുമാണ്. എക്സാമിന് 8 മാർക്കിന് വരുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്.